പണം നഷ്ടമായാൽ ഒന്നും നഷ്ടമാകാനില്ല. ആരോഗ്യം നഷ്ടമായ ഒരു മനുഷ്യന് ഒരംശം നഷ്ടമായി. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം നഷ്ടമായാലോ ആ മനുഷ്യന് എല്ലാം നഷ്ടമാകുകയാണ്. അപ്പൊ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? സ്വഭാവമാണ്. അപ്പൊ പണം നഷ്ടമായ ഒന്നുമില്ല, ഇന്നലെ ഇന്നാലെ പണം ഉണ്ടാവും. പക്ഷെ ആരോഗ്യം നഷ്ടമായാൽ ഒരംശം നഷ്ടമായി. പക്ഷെ സ്വഭാവം നഷ്ടമായാലോ എല്ലാം നഷ്ടമായി. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തികളായിട്ട് വളരുക, നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചു വളരുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നല്ല സ്വഭാവത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും? മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം കൊണ്ടുവരുവാൻ ഇപ്പൊ നമ്മളൊരു വണ്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കാറ്, ഒരു സൈക്കിള്, ഒരു സ്കൂട്ടർ, എന്തെങ്കിലും ആകട്ടെ, ഒരു വാഹനം നമ്മൾ നിർമ്മിച്ചു എന്ന് സപ്പോസ് ചെയ്യാം. നിങ്ങളാരും നിർമ്മിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ ഭൂമിയിൽ ഒരു വാഹനം ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കും. ഈ വാഹനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വാഹനത്തിന് ഒരു കംപ്ലൈന്റ് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു കേടുപാടുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നന്നാക്കാനായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കും, ഇല്ലേ? എന്തുണ്ടാക്കും? ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. നമ്മൾ എന്തുണ്ടാക്കും? ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ബൈക്കിന് കംപ്ലൈന്റ് വന്നാൽ, ഒരു കാറിന് കംപ്ലൈന്റ് വന്നാൽ, നമ്മൾ ഉണ്ടാക്കിയ വാഹനത്തിന് കംപ്ലൈന്റ് വന്നാൽ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ വാഹനം കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോകും. അവിടെ ആരുണ്ട്? ടെക്നീഷ്യന്മാരുണ്ട്, മെക്കാനിക്കുകളുണ്ട്, അല്ലെ? അവരത് റിപ്പയർ ചെയ്ത് അത് നന്നാക്കി നമുക്കത് തരും. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വാഹനത്തിന് കേടുപറ്റിയാൽ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കുമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് ഒരു ലക്ഷ്യം വന്നാൽ അതിന് ശരിയാക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? ബാത്റൂമാണ്. നമ്മുടെ സ്വഭാവത്തിന് ദൂഷ്യം വന്നാൽ ശരിയാക്കുന്ന സ്ഥലം ബാത്റൂമാണ്. ഹോസ്പിറ്റലിലോ സ്വഭാവത്തിന് ശരിയാക്കാനായിട്ടോ? ക്യാൻസർ രോഗത്തിന് ചികിത്സ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. എയ്ഡ്സ്, മറ്റേ കൈകാലുകൾക്ക് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വഭാവത്തിന് ദൂഷ്യം വന്നാൽ, സ്വഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രങ്ങളും നമ്മുടെ ഈ ഭൂമിയിലില്ല. നമ്മുടെ സ്വഭാവത്തിന് ദൂഷ്യം വന്നാൽ, ഇപ്പൊ മദ്യപിക്കുന്നവർക്ക് ഡീഅഡിക്ഷൻ ക്യാമ്പുകളൊക്കെ ഉണ്ട്, അത് ശരിയാണ്. അത് മാത്രമല്ല സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത്. അതാണോ? മദ്യപിക്കുന്നതാണോ സ്വഭാവ ദൂഷ്യം? അത് മാത്രമല്ല, വീട് വലിക്കുന്നുണ്ട്, ശരി, അതല്ല, അല്ലെ? സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അല്ലെ? ഈ കുശുമ്പ്, കുന്നായ്മ, അസൂയ, വിദ്വേഷം, വൈരാഗ്യം, പക, ബന്ധപക്ഷം, ഈർഷ്യ, ഭിന്നത, അല്ലെ? കൊലപാതകം, ഇതൊക്കെ എന്തിനു വരുന്നത്? സ്വഭാവ ദൂഷ്യത്തിൽ വരുന്നത്, അല്ലെ? നുണ പറയുന്നത്, കട്ടെടുക്കുന്നത്, പിടിച്ചു പറിക്കുന്നത്, മോഷ്ടിക്കുന്നത്, വിചാരം ചെയ്യുന്നത്, അല്ലെ? ഇതൊക്കെ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളല്ലേ? മദ്യപിക്കുന്നതും വീട് വലിക്കുന്നതും മാത്രമാണോ സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത്? അത് മാത്രമല്ല, അതും സ്വഭാവ ദൂഷ്യത്തിൽ പെടുന്നതാണ്. പക്ഷെ സ്വഭാവ ദൂഷ്യം അത് മാത്രമല്ല. അപ്പൊ ഈ മനുഷ്യന്റെ സ്വഭാവ ദൂഷ്യത്തിൽ നിന്നും മനുഷ്യനെ വിടിവിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, ഇന്നത്തെ AI ക്യാമറകൾ കൊണ്ടോ, നമ്മുടെ ടെക്നോളജികൾ വർദ്ധിച്ചതുകൊണ്ടോ, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക്, സൈബർ യുഗത്തിലേക്ക് മനുഷ്യൻ വളർന്നതുകൊണ്ടോ, ഇതിനെ കൊണ്ടൊന്നും മനുഷ്യന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നും മനുഷ്യന് രൂപാന്തരം വേണമെങ്കിൽ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം, ആര്? നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം. നമ്മളെ ആരെ സൃഷ്ടിച്ചേ? ദൈവം, അല്ലെ? അപ്പോൾ ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെ? നമ്മൾ ഉണ്ടാക്കിയ ഒരു കാറ്, ഒരു ബസ്, ഒരു ഓട്ടോ, വേണ്ട ഒരു 2 വീലർ, എന്തുമാകട്ടെ, അതിനെ നന്നാക്കാൻ നമുക്ക് പറ്റും, ഇല്ലേ? കാരണം അത് നമ്മളെ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മളെ ഉണ്ടാക്കിയതാരാണ്? ദൈവം. എന്റെ കയ്യിൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എവിടെയത്? ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അമ്മയുടെ ഉദരത്തിൽ അത്ഭുതകരമായി ദൈവം നമ്മെ ഓരോരുത്തരെയും മെടഞ്ഞു. എങ്ങനെയാ? അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മളെ എങ്ങനെ മെടഞ്ഞു? അത്ഭുതകരമായി.
അതിശയകരമായി. ആരെ പറഞ്ഞത്? ദൈവം. അപ്പൊ ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ അതിശയകരമായി, അത്ഭുതകരമായി നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മെടഞ്ഞു, നമ്മളെ രൂപപ്പെടുത്തി. അപ്പൊ ദൈവം നമ്മളെ അത്ഭുതകരമായി, അതിശയകരമായി നമ്മളെ സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിച്ച ആ ദൈവത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. എന്താ പറഞ്ഞേ? എന്താ? ഒന്നിനു വേണം, വേഗം പോയിട്ട് ഓടിയോ. ഓക്കെ. അപ്പൊ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, സ്വഭാവത്തിൽ നിന്നും മാറ്റിയെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ അവതരിച്ച ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ യാഗമായി. മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്നും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ ഹൈന്ദവ വിശ്വാസത്തിൽ വളരുന്ന എല്ലാവർക്കും അറിയാം, നമ്മള് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതില് രാശി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ കഴിയും, ഇല്ലേ? ഇല്ലേ? കോഴി വെട്ടിയും കോഴിയുടെ രക്തമൊക്കെ ഈ ഉത്തരം വെക്കുമ്പോഴൊക്കെ അതിനെ അർത്ഥമൊക്കെ ഉത്തരം വെക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറില്ലേ? ഇപ്പോഴുണ്ടെന്ന് അറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിന് ഐതിഹ്യം എന്താ? അപ്പൊ ഇതിനെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സന്തോഷമായിരിക്കുന്നോ? ചോറ് വേണോ? ചോറ് വന്നോണ്ടിരിക്കുക. ചോറ് വേണമെങ്കിൽ ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് ചോറ് നമ്പർ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ യാഗങ്ങളൊക്കെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരേണ്ടതിന് വേണ്ടി, മനുഷ്യന്റെ ശാപങ്ങളിൽ നിന്നും, മനുഷ്യന്റെ അകൃത്യങ്ങളിൽ നിന്നും മനുഷ്യന് വിമോചനം ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യൻ കണ്ടുപിടിച്ച മൃഗങ്ങളെ കൊന്ന്, അല്ലെങ്കിൽ പക്ഷികളെ കൊന്ന്, കോഴിയാകട്ടെ ആടാകട്ടെ മറ്റ് അനേക പക്ഷികളെയൊക്കെ യാഗമർപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരത സമുദായം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. യാഗാധിഷ്ഠിതമായിരിക്കുന്ന മതകർമ്മ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു വരുന്ന, മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ചരിത്ര പുസ്തകം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഇത് ആദിമ കാലഘട്ടം മുതലേ ഉണ്ട്. അപ്പോ ആ യാഗങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമായ, മതനിർമ്മിതമായിരിക്കുന്ന യാഗങ്ങൾ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചു എങ്കിലും പൂർണ്ണമായ വിമോചനം ആ യാഗങ്ങളിലൂടെ, കന്നുകാലികളുടെ, കാളക്കുട്ടിയുടെ, ആട്ടിൻകുട്ടിയുടെ, അല്ലെങ്കിൽ കോഴിയുടെ, അല്ലെങ്കിൽ ഈ പക്ഷികളുടെ ഒക്കെ യാഗങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ ദൈവം ഒരു യാഗം നമുക്ക് വേണ്ടി കഴിച്ചു. ദൈവം യാഗം നമുക്ക് വേണ്ടി കഴിച്ചു. ആ യാഗമാണ് ഇന്നേക്ക് 2024 വർഷത്തിന് മുമ്പ് എവിടെ? പാലസ്തീനയിലെ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ജീവൻ അർപ്പണം ചെയ്യുവാനിടയായി തീർന്നത്. അപ്പൊ അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു പാപമില്ലാത്ത രക്തമായിരുന്നു. ഒരു മലിനതകളില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ, പാവനമായ രക്തമായിരുന്നു യേശുവിന്റെ രക്തം. അതുകൊണ്ട് ആ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശകലമല്ല, സകല പാപങ്ങളും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമായ എല്ലാ പാപങ്ങളും ആ യേശുവിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കുവാനിടയായി തീരും. അതിന് കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ യാഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ യാഗം അർപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീടിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അല്ലെ? നമ്മുടെ മാതാപിതാക്കളുടെ ആകട്ടെ, മാതാപിതാക്കൾ മക്കളുടെ ആകട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരു യാഗം കഴിയും. ഈ യാഗം എങ്ങനെയാ കഴിക്കുന്നത്? എവിടെയെങ്കിലുമുള്ള ഒരു കാളക്കിടാവിനെയോ ഇല്ലെങ്കിൽ ഒരു കോഴിയെയോ, ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ പലവിധമായ യാഗങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അറുത്ത് യാഗം കഴിയും. പക്ഷെ നമ്മൾ ആരാ? നമ്മൾ സ്വഭാവ ദൂഷ്യമുള്ള പാപത്തിൽ ജനിച്ചൊരു മനുഷ്യൻ. ഈ കോഴിയെയോ ആടിനെയോ മൃഗത്തെയോ
ജീവനുള്ള ഒരു ഭക്തിയെ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി വേറൊരു ജീവനെയാണ് നമ്മൾ യാഗം കഴിക്കുന്നത്, അല്ലെ? ഒരു ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സമാധാനത്തിനും നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ ഐശ്വര്യത്തിനും വേണ്ടി വേറൊരു ജീവനെയാണ് നമ്മൾ യാഗം കഴിക്കുന്നത്, അല്ലെ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ അനുഗ്രഹത്തിനല്ല, യേശുവിന്റെ കുടുംബത്തിന്റെ ശാപം മാറാനല്ല, യേശുവിന്റെ ധനമഹിമ ഉണ്ടാകാൻ വേണ്ടിയല്ല. യേശുവിന്റെ യാഗം വേറൊരു ജീവിയെ യാഗം കഴിച്ചിട്ടല്ലായിരുന്നു. യേശു ക്രിസ്തു സ്വന്തം ജീവൻ. അവിടെയാണ് യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത. സ്വന്തം ജീവൻ മനുഷ്യവർഗത്തിന്റെ, നമ്മുടെ മാത്രമല്ല, ഭൂലോകത്തിലുള്ള ജാതി മത സഭ സംഘടന സമുദായ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് സ്വന്തം ജീവൻ ലോകത്തിന് വേണ്ടി അല്ല, ഒന്ന് കയറി പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആ യേശു സ്വന്തം ജീവൻ തരികയാണ് ചെയ്തത്, അല്ലെ? നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാണോ? നമ്മൾ ആരും തയ്യാറല്ല. നമുക്കൊരു അനുഗ്രഹം കിട്ടാൻ വേറൊരു ജീവൻ നശിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്തത്. സ്വന്തം ജീവൻ, ലോകത്തിന്റെ രക്ഷയ്ക്ക് സ്വന്തം ജീവൻ അത് നമുക്ക് വേണ്ടി അർപ്പണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതാണ് യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ആ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. വേദപുസ്തകത്തിലെ ഒരു അധ്യായമുണ്ട്, യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ: വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയുള്ളതായി തീരും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. അപ്പൊ ദൈവം വിളിക്കുകയാണ്, വരുവീൻ മക്കളെ. കാരണം എന്താ? നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാ. അപ്പൊ ദൈവം പറയാണ്, വരുവീൻ, നിങ്ങളുടെ പാപം നിങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട. പക്ഷെ നിങ്ങളുടെ പാപം അത് ഓർത്തുകൊണ്ട് നിങ്ങളെ പഴിക്കുന്നവരുണ്ടായിരിക്കും, ദുഷിക്കുന്നവരുണ്ടായിരിക്കും, നിങ്ങളെ ശിക്ഷിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡുണ്ട്, ജയിലറയിൽ ശിക്ഷിക്കപ്പെടും, ഒക്കെ ശരിയാ. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയല്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അതുകൊണ്ട് ദൈവം പറയും, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും എത്ര വലിയ പാപമാണെങ്കിലും ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെയായി തീരും. അപ്പൊ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു ചെന്നാൽ ദൈവം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല കുഞ്ഞുങ്ങളാക്കി വളരുവാൻ ദൈവം നമ്മെ സഹായിക്കും. മതവും ജാതിയൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ദൈവം ഒരു മതവും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? ദൈവം ഒരു മതവും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ആണെന്നും പെണ്ണെന്നുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെ? അമ്മയുടെ ഉദരത്തിൽ ദൈവം അതിശയകരമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ പടഞ്ഞു. മനുഷ്യനാണ് ജാതിയും മതവും ഒക്കെ വേർതിരിക്കുന്നത്. ദൈവം ഏകനായ ദൈവം, ദൈവം സർവശക്തനായ ദൈവം, ദൈവം സർവജ്ഞാനിയായ ദൈവം, ദൈവം സർവവ്യാപിയായ ദൈവം, സകലത്തിന്റെയും ഉടയവനായ ദൈവം, അതിലുപരി നമ്മളെ സൃഷ്ടിതാവായ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ കൈവിടാത്ത ദൈവം, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നിരാശകൾ, നമ്മുടെ സങ്കടങ്ങളെ അത് ചുമന്ന് അത് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി നമ്മളെ വിടിവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവം, ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ ആ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി, പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷത്തിൽ നമ്മൾ അടുത്ത ആഴ്ച സ്കൂൾ കൊടുക്കുക, അല്ലെ? എന്നാണ് നിങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്നത്? ജൂൺ 3-ന്. ഓക്കെ അല്ലേ? അപ്പൊ ജൂൺ 3 മുതൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ ഇവിടെ നിന്ന് കേട്ടിരിക്കുന്ന ഈ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടായിരിക്കണം, ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി തീരണം. ആരുടെയും എന്ത് ചെയ്യരുത്, നമ്മുടേതല്ലാത്ത ഒരു കാര്യവും നമ്മൾ അത് മോഷ്ടിച്ചെടുക്കുവാനോ കട്ടെടുക്കുവാനോ പാടില്ല, നുണ പറയാൻ പാടില്ല. മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയണം. കുഞ്ഞുങ്ങൾ അവരവരെ തന്നെ സൂക്ഷിച്ച് വേണ്ട എന്ന് പറയേണ്ടത് വേണ്ടെന്ന് പറയണം. വേണ്ട കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നും വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ അർഹതപ്പെട്ടവരിൽ നിന്നും മാത്രം നമ്മൾ വാങ്ങിക്കുവാനിടയായി ചെയ്യണം. ഞാൻ പറഞ്ഞത് കേട്ടോ? അങ്ങനെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തുകയും, നന്നായി ജീവിക്കണം, നല്ല സ്വഭാവത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിശ്ചയമായിട്ടും അങ്ങനെയാണെങ്കിൽ ആ നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാനായിട്ട് ആര് സഹായിക്കും നമ്മെ? ദൈവം
സഹായിക്കും. അതാണ് നമ്മൾ പാടിയത്, ഉയരെ ഞാൻ ഉയരെ പറക്കും. അല്ലെ? എങ്ങനെ? ദൈവത്തിന്റെ തേജസ് എന്റെ മേൽ വന്നിടുമ്പോൾ ഞാൻ ഉയരങ്ങളിൽ പറക്കും. അപ്പൊ നമുക്ക് ഉന്നതമായ പഠനം വരണമെങ്കിൽ, നല്ല പൊസിഷനിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, നല്ല സ്വഭാവത്തിൽ നമ്മൾ വളരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ സഹായം വേണം, ദൈവത്തിന്റെ തേജസ് വേണം. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല. അപ്പൊ എത്ര പേർക്ക് ദൈവത്തിന്റെ കൃപ വേണം? ഓക്കെ, നമ്മൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്, ഭക്ഷണത്തിനായിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഓക്കെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇത് ഞാൻ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എന്നോട് ചേർന്നൊന്നു പറയാമോ? പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഒന്ന് പറഞ്ഞേ. ദൈവമേ, ഞാൻ അങ്ങയുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങയെ ഭയപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ. ഈ വർഷത്തെ എന്റെ സ്കൂൾ ജീവിതം അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളോടുകൂടെ, കൂട്ടുകാരോടുകൂടെ, സ്കൂളുകളിൽ, വീടുകളിൽ, ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണമേ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കണമേ. എന്റെ പാപം എന്നോട് ക്ഷമിച്ചതിന്, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന് നന്ദി പറയുന്നു. കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായതിന് നന്ദി പറയുന്നു. ഉയർത്തെഴുന്നേറ്റതിന് നന്ദി പറയുന്നു. യേശുവേ, എന്നെ ചേർക്കുവാൻ അങ്ങ് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും ദൈവവുമായി കടന്നു വരണമേ. അങ്ങയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പഠിക്കാൻ ബുദ്ധി നൽകണമേ, ഓർമ്മശക്തി നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, ഒരു ദൈവകൃപ നൽകണമേ. അങ്ങയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ സമയം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ ഈ VBSന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ഈ കുഞ്ഞുങ്ങളും ഈ രക്ഷകർത്താക്കളും ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ ആവശ്യമായ കൃപ ഈ മാതാപിതാക്കൾക്ക് ദൈവം നൽകണമേ. അപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നതമായ വിജയം പ്രാപിക്കുവാൻ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ഗുരുക്കന്മാരെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ, സമൂഹത്തിൽ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം അവരെ സഹായിക്കണം. ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം അവരെ ഇടയാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നതിന്, സഹകരിച്ചതിന്, സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും, രക്ഷിതാക്കൾക്കും കടന്നു വന്ന രക്ഷിതാക്കൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.